ഹലോ കൂട്ടുകാരെ, ഷാഡോ സെൽഫ് ഹീലിംഗ് സീരീസിൽ ഷെയിം ആൻഡ് ഗിൽട്ട് ഈ രണ്ട് ലോവർ എനർജി വൈബ്രേഷൻസിനെയാണ് നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അത് റെക്കഗ്നൈസ് ചെയ്ത് അതിനെ എങ്ങനെ ഹീലാക്കാമെന്നും മനസ്സിലാക്കാം. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടും ഏകദേശം ഏറെക്കുറെ ബാലൻസ് ആയി കഴിഞ്ഞിട്ടും എടുക്കുന്ന ഡിസിഷൻസിൽ വരുന്ന ബ്ലോക്കേജസിൽ മെയിൻ റീസൺ ഷെയിമാണ്. ഈ ഒരു ഷെയിം അല്ലെങ്കിൽ നാണക്കേടെന്ന് പറയുന്ന ഒരു എനർജി നമുക്ക് വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ ഇൻ പെർട്ടിക്കുലറായിട്ട് കുഞ്ഞിലേ തൊട്ട് നമ്മൾ ഗോ ത്രൂ ആയ സാഹചര്യങ്ങളായിരിക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പലരും ഒരു വളരെ ഫിനാൻഷ്യലി ഇൻസ്റ്റേബിളായ വീടുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരായിരിക്കും. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു നമ്മളുടെ ഈ അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാറ്റഗറൈസേഷൻ ഉണ്ടല്ലോ സോഷ്യൽ കണ്ടീഷനിങ്ങിന്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കാറ്റഗറൈസേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ലോവർ കാറ്റഗറിയിൽ നിന്നും വരുമ്പോൾ ഇവർ അറിഞ്ഞോ അറിയാതെയോ കമ്പയർ ചെയ്യപ്പെടും. അതൊരു സ്കൂളിലാവാം, ക്ലാസ്സിലാവാം, മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിലാവാം, അല്ലെങ്കിൽ നെയ്ബേഴ്സിൽ, അയൽക്കാരിൽ തന്നെ ആവാം, ഫാമിലിയിൽ തന്നെ ആവാം. അതേപോലെ തന്നെ പേരൻസിനെ കുറിച്ചും പേരൻസിൻ്റെ ഇൻകത്തെക്കുറിച്ച്, പേരൻസിൻ്റെ ജോലിയെക്കുറിച്ചൊക്കെയും മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യുമ്പം ഇങ്ങനെ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ അതൊക്കെ റെസൊനേറ്റ് ആവുന്ന പോലെ ജസ്റ്റ് നോക്കുക. ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ മറ്റുള്ളവർ ഡിസ്കസ് ചെയ്ത് അവർ അനലൈസ് ചെയ്ത് പറയുന്ന ആ ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ കേൾക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് നമ്മളോട് പറയുമ്പോഴോ നമുക്ക് വരുന്ന ഒരു ഇൻസെക്യൂരിറ്റി, അതാണ് ഈ ഷെയിം എനർജിയിലേക്ക് കൺവേർട്ട് ആവുന്നത്. അതേപോലെ തന്നെ ഫാമിലി ലൈഫിൽ, അതായത് പേരൻസിൻ്റെ ഒരു ലൈഫ് ടൈമിൽ ഇൻ പെർട്ടിക്കുലറായിട്ട് ഫാദർ ഒരു ആൽക്കഹോളിക് ഫാദറായിട്ടുള്ളത്, അല്ലെങ്കിൽ പല പല തരത്തിലുള്ള സോഷ്യൽ കണ്ടീഷനിങ്ങിന് മാച്ച് ആവാത്ത രീതിയിലുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലൂടെയാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഷെയിമെന്ന് പറയുന്ന ലോവർ എനർജീനെ ക്രിയേറ്റ് ചെയ്യുകയും ഇത് സെൽഫ് ഗിൽട്ടിലേക്ക് പോകാനുള്ള ഒരു കാരണമാവുകയും ചെയ്യും. ഈ സെൽഫ് ഗിൽട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ പലതരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളുടെ ആ ഒരു നാച്ചുറൽ സെൽഫിനെ, നമ്മളുടെ ട്രൂത്തിനെ നമ്മൾ ഹൈഡ് ചെയ്യുകയും മറ്റുള്ളവരെ പോലെ നമ്മൾ ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യും. അതായത് ഒരു അഡൽട്ട്ഹുഡിൽ വന്നു കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ലൈഫ് ടൈമിൽ ഈ കഴിഞ്ഞ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ട്രൂത്തിനെ ചൂസ് ചെയ്യാതെ മുമ്പോട്ട് പോകുമ്പോഴും ഈ ഒരു സർപ്രസ്ഡ് എനർജിയാണ് നമ്മളെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ ഓബ്വിയസ്ലി നമ്മൾ നമ്മളുടെ ട്രൂത്തിനെ ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ട്രൂത്തിനെ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ട്രൂത്തിനെ ചൂസ് ചെയ്യണമെങ്കിൽ മേ ബി അതൊരു ജോലിയുടെ കാര്യമാവാം, മേ ബി അതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആവാം. ഇതൊക്കെ എടുക്കാനും ഏറ്റവും കൂടുതലും മേ ബി നമുക്ക് ഹിൻഡ്രൻസ് തോന്നുന്നത് ഈ ഷെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളെ ട്രിഗർ ചെയ്യുമ്പോഴാണ്, അതിലൂടെ നമ്മളൊരു ഗിൽട്ടിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഇതെങ്ങനെ ഹീൽ ചെയ്യണം? ഹീൽ ചെയ്യാൻ എന്ന് പറയുന്നത് മിറർ എക്സസൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. അതായത് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിലത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നാണക്കേടി തോന്നി, അച്ഛൻ ചെയ്ത ഈ ഒരു കാര്യത്തിൽ നാണക്കേടി തോന്നി, അല്ലെങ്കിൽ അമ്മ ചെയ്ത ഈ ഒരു കാര്യം, തിരിച്ച് ഞാൻ ചെയ്ത ഈ കാര്യത്തിൽ, അപ്പോൾ പിന്നെയും ഞാൻ എവിടെയൊക്കെയാണ് ഞാൻ ഷെയിമിൻ്റെ എനർജി എന്നിൽ ഫീലായത് അതിലേക്ക് നമ്മൾ കണക്റ്റ് ആവും. ആ ലോവർ വേർഷന് കൊടുക്കേണ്ട അൺകണ്ടീഷണൽ ലവ് കൊടുത്തിട്ട് അവിടെ നമ്മളെ മേർജ് ആക്കുക ആണ് ചെയ്യുന്നത്. അതല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് അല്ലാതെ നമ്മൾ ജേർണലിങ് ചെയ്യുമ്പോൾ വന്നിട്ട് നമ്മുടെ കുട്ടിക്കാലത്ത് തൊട്ടുള്ള ഇങ്ങനത്തെ അനുഭവങ്ങൾ എഴുതിയിട്ട് എഴുതുമ്പോൾ മേ ബി ഒത്തിരി നമുക്ക് പെയിൻ വരുമായിരിക്കാം, കരച്ചിലൊക്കെ വരുവാണെങ്കിൽ, ഗിൽട്ട് വരുവാണെങ്കിൽ അതിനെയൊക്കെ ആ ഇമോഷൻസിനെ റിലീസ് ചെയ്യുക, ആ എഴുതിയിരിക്കുന്ന കാര്യത്തെ
കത്തിച്ച് കളഞ്ഞിട്ട് അത് യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആൻഡ് ആ ഓരോ ലോവർ വേർഷൻസിനെ ഇപ്പോൾ 18 വയസ്സുള്ളപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഗോ ത്രൂ ആവേണ്ടി വന്നു. അത് കഴിഞ്ഞ് 22 വയസ്സുള്ളപ്പോൾ ആയിരിക്കും, അല്ലെങ്കിൽ 30 വയസ്സുള്ളപ്പോൾ, ഈ ഓരോ ലോവർ വേർഷൻസിനെയും നമ്മൾ അൺകണ്ടീഷണൽ ലവ്, ഹാർട്ട് ചക്ര ഹീൽ ചെയ്തുകൊണ്ട് അൺകണ്ടീഷണൽ ലവ് കൊടുത്ത് അവരെ നമ്മളിലേക്ക് മേർജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിത് ഹീൽ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഗിൽട്ട് എന്ന് പറയുന്നതും നമുക്കൊക്കെ അറിയാം ഒരു ലോവർ വൈബ്രേഷണൽ എനർജിയാണ്. ഗിൽട്ട് വരുന്ന എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല, ആ സമയത്ത് ഞാൻ എടുത്ത തീരുമാനങ്ങൾ ശരിയല്ല എന്നൊക്കെയുള്ള നമ്മളുടെ സ്വയം ഉള്ള ആലോചനകളാണ് നമ്മളെ കൂടുതലും ഗിൽട്ടിൽ കൊണ്ടെത്തിക്കുന്നത്. ഇതല്ലാതെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ ഫ്രെയിം ചെയ്യുമ്പോഴൊക്കെയും ആദ്യത്തെ കാര്യം, മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ എനിക്കെന്താണ് വേണ്ടത്, എൻ്റെ സോളിന് എന്താണെന്ന് വേണ്ടത് എന്നുള്ളത് ടൈം ആൻഡ് സ്പേസ് എടുത്തിട്ട് ആലോചിക്കുക. അവിടെ എനിക്ക് വേണ്ട കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടുമ്പോൾ മറ്റുള്ളവർ പറയുന്നതിനൊരു പ്രസക്തി, ഒരു വാലിഡേഷൻ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ കുട്ടിക്കാലം തൊട്ട് എടുത്ത ഡിസിഷൻസ് ആവാം, പഠിക്കുന്ന കാര്യമാവാം, അതെന്തോ ആയിക്കോട്ടെ, എടുത്ത തീരുമാനങ്ങൾ, ചെയ്ത കാര്യങ്ങളൊക്കെയും തെറ്റായിപ്പോയി എന്നുള്ള ഒരു വിചാരം ഈ ഒരു മൊമെൻറ്റിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ സമയത്ത് ആ ശരിയിലൂടെ നമ്മൾ നടക്കേണ്ടതായിരുന്നു. സോ ദാറ്റ് ഇന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വന്ന് നിൽക്കാൻ പറ്റും. സോ അതൊക്കെ നമ്മുടെ ലെസൺസ് ആയിരുന്നുകൊണ്ട് നമ്മൾ ആ ഒരു ഡിസിഷൻസ് എടുത്തു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയൊക്കെയും സെൽഫായിട്ട് ആ ഡിസിഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. നമ്മളൊക്കെയും ഈ ഡിസിഷൻസ് എടുക്കേണ്ടി വന്നത് ഇവർ കാരണമാണ്, ഈ സിറ്റുവേഷൻ കാരണമാണെന്നുള്ള ഒരു ബ്ലെയിമിങ് എനർജിയിലേക്ക് പോകും. കാരണം ഷാഡോ സെൽഫ് എന്ന് പറയുന്നത് ഓരോന്നും എടുത്ത് പറയുമ്പോൾ ഓരോന്നും ഇൻ്റർലിങ്ക്ഡുമാണ്. ഇപ്പം ഗിൽറ്റിൽ നിന്നും പിന്നെ ബ്ലെയിമിലേക്ക് പോകും. ആ ബ്ലെയിമിനെയൊക്കെ മാറ്റി വെക്കുക. ഇവർ കാരണമാണ്, ഇങ്ങനെയാണ്, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ഓരോ ഡിസിഷൻസിൻ്റെയും റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പോൾ തന്നെ പകുതി നമ്മൾക്കൊരു ആശ്വാസം തോന്നും. യെസ്, ഇതെൻ്റെ ഡിസിഷൻ, എൻ്റെ തീരുമാനമായിരുന്നു, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തതായിട്ട് ആ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരുമ്പോൾ, ഈ ശരിയോ തെറ്റോ എന്നുള്ള അനലൈസേഷൻ വരുമ്പോൾ മനസ്സിലാക്കുക, അവിടെ ആ ഡിസിഷൻ എടുത്ത എനിക്കുള്ള ലെസൺസിലൂടെ ഞാൻ കടന്നു പോകേണ്ടതുകൊണ്ടായിരുന്നു. ആൻഡ് ആ ഒരു തീരുമാനത്തിലൂടെ നമുക്ക് കിട്ടിയ ലെസൺസിനെ മാത്രം നമ്മൾ എടുക്കുക, ബാലൻസ് എല്ലാം ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതെല്ലാം മറന്നു പോകുക എന്നല്ല, അവിടേക്കൊരു ഇമോഷൻ കൊടുക്കാതെ അതിനെ അതായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അത് പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട് മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ പ്രസൻറ്റ് മൊമെൻ്റ് ആണ് എൻ്റെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് വരിക എന്നുള്ളതാണ് നമുക്ക് ഈ 2 ലോവർ വൈബ്രേഷൻസിനെയും ഹീൽ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു പറഞ്ഞു തരാനുള്ളത്. വീഡിയോ റെസൊനേറ്റ് ആയെങ്കിൽ, ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.